കഴിഞ്ഞ ദിവസം നമ്മൾ ഓംസ് ലോയുടെ കറന്റ് ഡെൻസിറ്റി ഡെറിവേഷൻ നോക്കി. ദാറ്റ് ഈസ് J is equal to sigma E എന്ന് പറയുന്ന ഡെറിവേഷൻ നമ്മൾ നോക്കി. J is equal to sigma E, that is the Ohm's law in the terms of current density. ഓക്കെ, ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്ന ഇതിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്? ഈ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് വർക്ക് ചെയ്യുന്ന ആ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ബാറ്ററി സോഴ്സ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ നമുക്ക് ആ ഒരു കറണ്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ബൾബ് കൊടുത്തു കഴിഞ്ഞാൽ ബൾബ് ഗ്ലോ ആകത്തുള്ളൂ, മോട്ടോർ കൊടുത്താൽ മോട്ടോർ കറങ്ങത്തുള്ളൂ. അപ്പൊ ഇതിനെല്ലാം എന്ത് വേണം, നമുക്കിവിടെ ഇലക്ട്രോമോട്ടീവ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് വേണം. അത് കൊടുക്കുന്ന പ്രൊവൈഡ് ഫോഴ്സ് ആണ് എന്ത് പറയുന്നത്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഇ എം എഫ് എന്ന് വെച്ചാൽ ഒരു സോഴ്സിന്റെ ഇ എം എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ എന്താണ്, ഒരു ഫോഴ്സ് ആയിട്ടല്ല, ഒരു വർക്ക് ഡൺ ക്യാരിങ് എ യൂണിറ്റ് ചാർജ് അറൌണ്ട് വൺസ് അറൌണ്ട് സർക്യൂട്ട്. അതായത് ആ ഒരു സർക്യൂട്ട് ചുറ്റും ഒരു ചാർജ്, ഒരു പെർ യൂണിറ്റ് ചാർജ് കൊണ്ടെത്തിക്കാനായിട്ട് എടുക്കുന്ന വർക്ക് ഡൺ നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫോഴ്സ് എന്നൊരു ടേമിൽ കൺസിഡർ ചെയ്യാൻ എന്ത് ചെയ്യുക, ഒരു വർക്ക് ഡൺ എന്ന രീതിയിൽ എന്ത് ചെയ്യുക അവിടെ കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സർക്യൂട്ടാണ്. ഇപ്പോൾ ഒരു സർക്യൂട്ട്, ഒരു ബാറ്ററി സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ റെസിസ്റ്റൻസ് എന്തും ആവാം, ഒരു ലൈറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു മോട്ടർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഒരു കീയും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഈ ഒരു സർക്യൂട്ട് ഡ്രൈവ് ചെയ്യുക, ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, രണ്ട് തരത്തിലുള്ള ഫോഴ്സ് വേണം. ഓക്കെ, ഈ ഒരു സർക്യൂട്ടിന്റെ വർക്കിങ്ങിനായിട്ട് നമുക്ക് അവിടെ രണ്ട് തരത്തിലുള്ള ഫോഴ്സ് വേണം. ഒന്നെന്ന് പറയുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം കിട്ടുന്ന ഫോഴ്സ്. മറ്റൊന്ന് സോഴ്സ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ സോഴ്സ് ഫോഴ്സ് നമ്മൾ എന്താ പറയും, ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സിനെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് ഫോഴ്സിനെ ഞാൻ അവിടെ എഫ് എസ് എന്നായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സോഴ്സ് ഫോഴ്സ് മീൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ബാറ്ററി സോഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിപ്പോ ബാറ്ററി സോഴ്സ് ആണ്. ബാറ്ററി സോഴ്സിൽ ഒരു കെമിക്കൽ ബാറ്ററി കണക്ട് ചെയ്തു. അപ്പൊ കെമിക്കൽ ബാറ്ററിയിൽ എന്ത് ചെയ്യും, കെമിക്കൽ ബാറ്ററിയിൽ ആ ഒരു കെമിക്കൽ എനർജി, ബാറ്ററിയുടെ കെമിക്കൽ എനർജി എന്തായിട്ട് മാറും, കറണ്ട് എനർജി ആയിട്ട് മാറും. ഓക്കെ, ഇൻ ദി കേസ് ഓഫ് എ ബാറ്ററി ദ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു എ ഫോഴ്സ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു കറണ്ട് ആയിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നുണ്ട്. കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. ഇല്ല, ഞാൻ ഒരു തെർമോ കപ്പിളാണ് കണക്ട് ചെയ്ത് എന്ത് ചെയ്യും, തെർമോ കപ്പിളാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. അപ്പോൾ തെർമോകപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ചിട്ട് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന അപ്പാരറ്റസിനെ നമ്മൾ തെർമോകപ്പിൾ എന്ന് പറയും. അപ്പോൾ രണ്ട് മെറ്റൽസ് കാണും, ഒന്ന് കോപ്പറും ഒന്ന് വേറെ ഏതെങ്കിലും മെറ്റൽ ആയിരിക്കും. അപ്പോൾ രണ്ടിന്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, ഇലക്ട്രിസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ തെർമോകപ്പിൾസ് എന്ന് പറയും. ഇനി ഫോട്ടോ വോൾട്ടൈക്സ് എല്ലാം ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി, നമ്മുടെ സോളാർ സെല്ല് അതുപോലെ വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം എന്താ സംഭവിക്കുന്നത്, ഒരു ഫോം ഓഫ് എനർജി മറ്റൊരു ഫോം ഓഫ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് സം അതർ സോഴ്സസ്. ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ത് ചെയ്യുന്നു, നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോഴ് അവിടെ വരുന്ന ആ ഫോഴ്സ് നമ്മൾ സോഴ്സ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എഫ് എസ് എന്ന് പറയും. ഓക്കെ, സോഴ്സ് ഫോഴ്സ് അല്ലെങ്കിൽ എന്ത് പറയും, എഫ് എസ് എന്ന് പറയും. ഇവിടെ അതാണ് ഒരു ഫോഴ്സ്. മറ്റൊന്ന് എന്താണ്, ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിലെ ടോട്ടൽ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എഫ് എസ് പ്ലസ് ഇ. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് എന്തിനാണെന്ന് മനസ്സിലായല്ലോ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്തെങ്കിലും നമുക്ക് ഈ ഒരു സർക്യൂട്ട് കൂടി മൂവ് ചെയ്യിപ്പിക്കണം. മൂവ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു വർക്ക് ഡൺ ആണ് എന്ത്, നമ്മളവിടെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ ടോട്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എഫ് എസ് പ്ലസ് ഇ. അപ്പൊ ഇതില് നമ്മളിവിടെ എന്ത് ചെയ്തു, ടേക്കിംഗ് ദ ലൈൻ ഇന്റഗ്രൽ ടോട്ടൽ ആയിട്ട് നമ്മളിവിടെ ഈ എപ്സിലോൺ ഒരു ടേം കൊടുക്കണം. അപ്പൊ എപ്സിലോൺ നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഇ എം എഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. എപ്സിലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ എടുത്ത ഫോഴ്സ് എന്തെങ്കിലും ഈ ഓവർ ദ ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് സർക്യൂട്ട് നമ്മൾ ഇന്റഗ്രൽ എടുക്കേണ്ടി വരും. ഓവർ ദ ക്ലോസ്ഡ് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ. ഓക്കെ, എഫ് ഡോട്ട് ഡി എൽ ഇതാണ് അവിടുത്തെ ടോട്ടൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. കാരണം നമുക്ക് ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യണമല്ലോ, ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഫോഴ്സ് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, സർഫസ് ഇന്റഗ്രൽ ആദ്യത്തെ സോഴ്സ് ഫോഴ്സിലും ഇന്റഗ്രൽ കൊടുക്കണം, ഓക്കെ ഇവിടെ മാറ്റി എഴുതുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് എസ് പ്ലസ് എന്ത് വരും, പ്ലസ്
ഒരു ഡി എൽ കൂടി ഉണ്ട്, ലെങ്ത് കാണിക്കാൻ ഡി എൽ. ഇവിടെ എന്തായിരിക്കും, ഇവിടെ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ആയിരിക്കും, ഇ ഡോട്ട് ഡി എൽ. ഇപ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ ഇതിലെ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്താണ്, അത് 0 ആണ്. കാരണം ലൈൻ ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് എ ക്ലോസ്ഡ് സർക്യൂട്ട്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിനിടെ ചുറ്റുമുള്ള ലൈൻ ഇന്റഗ്രൽ ഫോഴ്സ് എന്താണ്, അത് നമുക്ക് 0 ആണ്. അപ്പൊ ഈ ഒരു ടേം എന്തായി പോകും, ഈ ഒരു ടേം ഇവിടെ 0 ആയിട്ട് മാറും. ബാക്കി എന്താ കിട്ടുന്നത്, ബാക്കി ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ എഫ് എസ് ഡി എൽ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോഴ്സ് ആണ് എന്താണ് നമുക്ക് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആയിട്ട് കിട്ടുന്നത്. അതായത് ആ സോഴ്സ് ഫോഴ്സ് ആണ് നമുക്ക് അവിടെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു യൂണിറ്റ് ചാർജിന് അതുവഴിക്ക് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റാനായിട്ട് ആ ഒരു ഫോഴ്സ് കൊടുക്കുന്ന ഇതാണ് നമ്മുടെ ഈ ഒരു സോഴ്സ് ഫോഴ്സ് ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഇ എം എഫിൽ നോക്കേണ്ടത്. ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽ ഓഫ് ദ സെൽ വെൻ ദ സെൽ സെൻഡ് നോ കറന്റ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. അപ്പോൾ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കറണ്ട് ഒന്നും കൊടുക്കാതെ ഇരിക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് നമുക്ക് ഏകദേശം വോൾട്ടേജിന്റെ വാല്യൂ ആയിട്ട് തന്നെ വരും. ഇ എം എഫ് എന്ന് പറയുന്നത് വോൾട്ടേജിന്റെയും ഏകദേശം വാല്യൂ എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഇ എം എഫിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇ എം എഫ്. നെക്സ്റ്റ് ഇവർ നോക്കേണ്ടത് ഇലക്ട്രിക് പവർ ആണ്. എന്താണ് ഇലക്ട്രിക് പവർ നോക്കാം. ഇലക്ട്രിക് പവർ, ഇലക്ട്രിക് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഒരു ഡിവൈസിനെ, ഒരു എനർജിയെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ മറ്റൊരു ഫോമിലോട്ട് മാറ്റാനായിട്ട് എടുക്കുന്ന ആ ഒരു എബിലിറ്റി, അല്ലെങ്കിൽ ദ ഇലക്ട്രിക് പവർ ഓഫ് എ ഡിവൈസ്, ദ റേറ്റ് അറ്റ് വിച്ച് ഇറ്റ് കൺവേർട്ട് ദ ഇലക്ട്രിക് എനർജി ഇൻ ടു ദ അതർ ഫോം. അപ്പൊ എത്രത്തോളം എനർജി റിക്കവർ ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇലക്ട്രിക്കൽ എനർജിയെ മറ്റൊരു ഫോമിലോട്ട് മാറ്റുന്നത്. അപ്പൊ ആ ഒരു റേറ്റിന് നമ്മൾ എന്ത് പറയുന്നത്, പവർ എന്ന് പറയുന്നത്. ദ ടൈം റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ ബൈ ഇലക്ട്രിക് കറന്റ് ഈസ് കോൾഡ് ഇലക്ട്രിക് പവർ. ആ ഒരു വർക്ക് ഡൺ, ഒരു ഫോം ഓഫ് എനർജിയെ മറ്റൊരു ഫോം ഓഫ് എനർജിയോട്ട് മാറ്റാനായിട്ട് എടുക്കുന്ന ആ ഒരു വർക്ക് ഡൺ നമ്മൾ എന്ത് പറയുന്നത്, ടൈം റേറ്റ് ഓഫ് വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മളവിടെ ഇലക്ട്രിക് കറണ്ട് എന്ന്, സോറി, ഇലക്ട്രിക് പവർ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുവാണ്. ഒരു ബാറ്ററി സോഴ്സ് വെച്ചിട്ട് ഞാൻ ഒരു റെസിസ്റ്റർ ഡയറക്റ്റ് കണക്ട് ചെയ്യുവാണ്. അപ്പൊ ഇങ്ങനെ ഒരു സർക്യൂട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ ഞാൻ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ ഓൺ സ്പോട്ടിൽ തന്നെ ഈ റെസിസ്റ്റർ എന്താവും, ഹീറ്റ് ആവാൻ തുടങ്ങും. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത്, when a current passes through a resistor, the work done by the electric force is to convert it into heat. അപ്പോൾ ഇലക്ട്രിക് എനർജി എന്തോട്ട് കൺവേർട്ട് ചെയ്യും, ഇവിടെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ അവിടുത്തെ വർക്ക് ഡൺ എങ്ങനെ എടുക്കാൻ പറ്റും, ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് എങ്ങനെ ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു W by Q ഈക്വൽ ടു V എന്ന് കിട്ടും. ഓക്കെ, V. നമുക്കറിയാം ദ ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം കറണ്ട്, ഐ എന്താണ്, ഐയുടെ ഇക്വേഷൻ ഐ ഇസ് ഈക്വൽ ടു Q by T. ഓക്കെ, നമുക്കൊരു കറണ്ട് ഇക്വേഷൻ ഉണ്ട്, ഐ ഇസ് ഈക്വൽ ടു Q by T. ഇതാണ് കറണ്ടിന്റെ ഇക്വേഷൻ വരുന്നത്. That is the charge flowing per unit time in current, I is equal to Q by T. അപ്പോൾ പവറിന്റെ ഇക്വേഷൻ, പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ആണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവറിന്റെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് പവർ P is equal to W by T എന്ന് കിട്ടും. W by T. ഈ W by T നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും, ദാറ്റ് ഈസ്, അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്, ദാറ്റ് ഈസ് W by Q into Q by T. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ്. അപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് വേറെ വേരിയേഷൻ വരില്ല, കാരണം ഈ ഈ ക്യൂ എന്തായിപ്പോ ക്യാൻസൽ ആയിപ്പോവും. ബാക്കി നമുക്ക് W by T മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ പ്രശ്നമില്ല ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ, കാരണം എന്നാൽ നമുക്ക് ഈ ഐയുടെ ടേം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയ ഇക്വേഷനിൽ W by Q, ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. W by Q എന്താണ്, വോൾട്ട് ആണ്, V ആണ്.
അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? W/Q is equal to V എന്ന് എഴുതാം. ആൻഡ് Q/T എന്താണ്? ചാർജ് പെർ ടൈം. ചാർജ് പെർ ടൈം എന്ന് പറയുന്നത് അവിടുത്തെ കറണ്ട് ആണ്, I ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? That is P is equal to VI എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സർക്യൂട്ടിലെ ടോട്ടൽ പവർ എന്താണ്? പവർ P is equal to V by I ആണ്. സോറി, V into I ആണ്. ഓക്കെ, ഇതാണ് അവിടുത്തെ പവറിന്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഇലക്ട്രിക് പവറിന്റെ ഇക്വേഷൻ. P is equal to VI ആണ്. ഇനി ഇതിൽ നമുക്കിനി ഹീറ്റിന്റെ ടേംസിലോട്ട് മാറ്റാം. അല്ല, എങ്ങനെയാണ് അത്? ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ സെക്കൻഡ്സ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസിലോട്ട് മാറ്റണം. അപ്പോൾ എനിക്കിത് വോൾട്ടേജിന്റെ കറണ്ടിന്റെ ടേംസിലാണ് പിയുടെ വാല്യൂ കിടക്കുന്നത്. P is equal to വോൾട്ട് ആൻഡ് കറണ്ട്, ഈ ഒരു ടേംസിലാണ് കിടക്കുന്നത്. ഇനി എങ്ങനെ എടുക്കാൻ പറ്റും? ദാറ്റ് ഈസ് ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ T സെക്കൻഡ്. ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ T സെക്കൻഡ്. T സെക്കൻഡിൽ പ്രൊഡ്യൂസ് ആവുന്ന ഹീറ്റ് എനർജി. ഓക്കെ, T സെക്കൻഡ്സ്. അപ്പോൾ അതിൽ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്. VI into T എന്ന് കൊടുക്കുന്നു. VI into T, അതായത് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ T സെക്കൻഡ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിലോട്ട് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ദാറ്റ് ഈസ് വിക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. V is equal to I into R ആണ്. V is equal to I into R. ഓക്കെ, നമ്മുടെ ഓംസ് ലോ റിലേഷൻ V is equal to I into R, അല്ലെങ്കിൽ I is equal to V by R. ഓക്കെ, ഇത് ഓംസ് ലോ റിലേഷൻ. അപ്പോൾ ഈ ഒരു റിലേഷൻ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എനിക്ക് റെസിസ്റ്റൻസിന്റെ ടേംസ് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഈ വിയുടെ സ്ഥാനത്ത് I into R കൊടുക്കുക. അപ്പോൾ I into R into, വീണ്ടും ഇവിടെ ഒരു I ഉണ്ട്, I into T എന്ന് വരും. എന്നിട്ട് is equal to I square R into T എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ P is equal to I square RT. അപ്പോൾ അവിടുത്തെ പവർ, അല്ലെങ്കിൽ ആ ഹീറ്റ് എനർജി എത്ര എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ് എനർജിയുടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന T സെക്കൻഡ്സിൽ എത്ര ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന മെഷർമെന്റ് ആണ് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ കിട്ടുന്ന I square RT. P is equal to I square RT. അപ്പോൾ ഈ ഒരു ഇക്വേഷന് പറയുന്ന പേരാണ് ജൂൾസ് ഹീറ്റിംഗ് ലോ എന്ന് പറയും. ഓക്കെ, ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ T സെക്കൻഡ് is equal to I square RT. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഹീറ്റ് എനർജിയുടെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടിയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് ടൈം ആണ്, ഇത് കറണ്ട് ആണ്. വോൾട്ടേജിന്റെ കേസ് നമുക്ക് ഇവിടെ വേണ്ട. I square RT. This is called Joule's law of heating. ഓക്കെ, ഹീറ്റിന്റെ ഇക്വേഷൻ കിട്ടി. ഇനി ഈ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞല്ലോ, ഇതിൽ ഇനി ഇലക്ട്രിക് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇസ് ദ റേറ്റ് ഓഫ് എനർജി ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം P is equal to VIT by T. റേറ്റ് ആണല്ലോ, റേറ്റ് വരുമ്പോൾ ഡിവൈഡ് ബൈ ടൈം ചെയ്യണം. അപ്പൊ ഇത് രണ്ട് ക്യാൻസൽ ആയി പോകും. ക്യാൻസൽ നമുക്ക് നേരത്തെ പോലെ VI മാത്രമേ കിട്ടത്തുള്ളൂ. VI പവർ, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. That is the electric power is the product of electric current and the potential difference due to which the current flow. നേരത്തെ പറഞ്ഞ അതേ ടൈമാണ്. Is the product of current and potential difference due to the direction which the current flow. Current flow ആ ഒരു കേസ് വെച്ചിട്ട് വരുന്ന ഇൻറ്റു പൊട്ടൻഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? ഇലക്ട്രിക് പവർ കിട്ടുന്നത്. ഇതിൽ P is equal to VI എന്ന് എഴുതാം. It is equal to I square R എന്ന് എഴുതാം. പവർ ഇക്വേഷൻ I square R ഇൻറ്റു T വരുമ്പോഴാണ് ഹീറ്റിങ്ങിലോട്ട് മാറുന്നത്. പവർ ഇൻറ്റു ആ ഒരു ടൈം കൂടി വരുമ്പോൾ എന്താവും? ഹീറ്റിങ്ങിലോട്ട് മാറും. ഇതിനെങ്ങനെ മാറ്റാൻ പറ്റും? Which is equal to V square by R എന്ന് എഴുതാം. അപ്പൊ ഇതെല്ലാം പവറിന്റെ ഇക്വേഷൻസ് ആണ്. ഓക്കെ, പവറിന്റെ ഇക്വേഷൻ VI, I square R, V square by R, ഇതെല്ലാം പവറിന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ പവറിന്റെ യൂണിറ്റ് എങ്ങനെ എടുക്കാൻ പറ്റും? That is 1 watt power is equal to 1 volt into 1 ampere. ഓക്കെ, 1 വോൾട്ട് എന്ന് വെച്ച് 1 വാട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ 1 വോൾട്ട് ഇൻറ്റു 1 ആംപിയർ. ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ പവർ 1 പവർ എന്ന് കിട്ടും. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വോൾട്ടും ഒരു യൂണിറ്റ് ആംപിയറും പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 വോൾട്ട് കിട്ടും. ഓക്കെ, 1 വോൾട്ട് കിട്ടും. The electric power of a device or circuit is 1 watt if the 1 ampere current flow through under the potential difference 1 volt. അപ്പോൾ ഒരു ഡിവൈസിന്റെ പവർ ഇപ്പോൾ 1 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് മീൻ ചെയ്യുന്നത്? അവിടെ 1 ആംപിയർ കറണ്ട് 1 പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ക്രോസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഓക്കെ, അതാണ് അവിടെ നമ്മൾ പവർ ഒക്കെ പറയുന്ന വാട്ട്സിലാണ്. 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സർക്യൂട്ടിൽ കൂടി 1 ആംപിയർ കറണ്ട് പോകുന്ന സമയത്താണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? 1 വാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ആ ഒരു പവറുമായി ബന്ധപ്പെട്ടിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്.
നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ബേസിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ത് ചെയ്യുന്നു, നമുക്ക് അവിടെ ഒരു റിസൾട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് കിട്ടുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു കേസിലൂടെ നമുക്ക് കിടക്കുന്നത്. നമ്മളിപ്പോൾ പവറും അതുപോലെ ഓംസ് ലോയും ഇതെല്ലാം ഡിസ്കസ് ചെയ്തു. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് EMF എന്താണ്, പവർ എന്താണെന്ന് നോക്കി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ചാണ്. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? അപ്പോൾ ബേസിക്കലി ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ the change in magnetic flux into a circuit will change the EMF induced in the circuit. അപ്പോൾ ഒരു സർക്യൂട്ടിൽ നമ്മൾ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സർക്യൂട്ടിൽ EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കോപ്പർ കോയിൽ എടുത്തിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, എനിക്ക് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് വരും. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻഡക്ഷൻ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് 3 കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഫിനോമിന പറയുന്ന പേരാണ് ഈ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫിനോമിന പറയുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആൻഡ് ഇൻഡ്യൂസ്ഡ് EMF ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ 3 ഡിഫറെന്റ് വേസ്, അല്ലെങ്കിൽ ഡിഫറെന്റ് വേസ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒന്നാണ് ബൈ ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ കോയിൽ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് കോൾഡ് ഡൈനാമോ എഫക്ട്. അപ്പോൾ ഈ ഒരു കോപ്പർ കോയിൽ വെച്ചിട്ടുണ്ട്. ഈ കോപ്പർ കോയിൽ എന്ത് ചെയ്തു, ഒരു ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്യുവാണ്. അതുപോലെ തന്നെ ഈ കറണ്ട് ഉണ്ടാകുമെന്ന് അറിയാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് ബൈ ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ കോയിൽ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ കോയിലിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഒരു റിലേറ്റീവ് മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടോ കറണ്ട് ഉണ്ടാകുന്നത്. ഈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് എന്താണ്, ഈ ഒരു പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കാരണമാകും. കാരണം എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്, ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കോയിൽ വിത്ത് റെസ്പെക്ട് ടു ഈ ഒരു മാഗ്നറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, നമുക്കവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ബൈ ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ കോയിൽ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആർ കോൾഡ് ഡൈനാമോ എഫക്ട്. അല്ലെങ്കിൽ ഡൈനാമോ എഫക്ട് വഴി എന്ത് ചെയ്യുന്നു, അവിടെ കറണ്ട് അല്ലെങ്കിൽ EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് കേസ് പറയുന്നതാണ് ബൈ ദ ട്രാൻസ്ഫോമർ എഫക്ട്. അപ്പൊ ട്രാൻസ്ഫോമർ എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 2 കോപ്പർ കോയിൽസ് ഉണ്ട്. ഇവിടെ നമുക്ക് 2 കോപ്പർ കോയിൽസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കോപ്പർ കോയിലുമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കോപ്പർ കോയിലിന് അവിടെ ഞാനിപ്പോ ഒരു ബാറ്ററി സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ബാറ്ററി സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു സ്വിച്ചും കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പുറത്തിരിക്കുന്ന ഇത് എങ്ങനെ ചെയ്യുന്നത്, ഈ ഒരു കോയിൽ സെക്കൻഡ് കോയിൽ, ഇതിപ്പോ ഞാൻ ഫസ്റ്റ് കോയിലിന് T1 എന്നും ഇതിന് ഞാൻ T2 എന്നും എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് കോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് കോയിലിൽ ബാറ്ററി സോഴ്സും സ്വിച്ചും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് കോയിൽ എന്താണ്, ഒരു ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. നോർമലി ഇവിടെ ഈ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കേണ്ട ഒരു റീസണും ഇല്ല. കാരണം വെറും കോപ്പർ കോയിൽ കണക്ട് ചെയ്തിട്ടുള്ളൂ. നമ്മളിവിടെ ഒരു ബാറ്ററി സോഴ്സോ വേറെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ഫോട്ടോ വോൾട്ടൈക്സ് എല്ലാം ഒന്നും കൊടുത്തിട്ടില്ല. എന്തെങ്കിലും കൊടുത്താലേ നമുക്ക് കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കണം. പക്ഷെ ഇവിടെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഈ ഒരു സ്വിച്ചിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടോ, ഈ ഒരു സ്വിച്ചിൽ ഒന്ന് പ്രസ് ചെയ്ത് എന്ത് സംഭവിക്കും, ഈ സ്വിച്ചിൽ എപ്പോഴാണ് പ്രസ് ചെയ്യുന്നത് ആ ഒരു സ്പോട്ടിലൂടെ എന്ത് ചെയ്യണം, ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു ഫിഗർ ഒന്ന്. ഇവിടെ എപ്പോഴാണോ ഈ ഒരു സ്വിച്ചിൽ ഒന്ന് പ്രസ് ചെയ്യുന്നത്, ആ പ്രസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നു, പ്രസ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. ഞാൻ എപ്പോഴാണ് പ്രസ്സിംഗ് മാറ്റുന്നത് ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നു, ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ 0 ആകുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് മീൻ ചെയ്യാൻ പറ്റും, ഈ ഒരു ടൈമിൽ ഇവിടെ ഒരു ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുവാണ്. ഇവിടെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുവാണ്. അപ്പൊ ആ ഫീൽഡ് എന്ത് ചെയ്യുന്നു, അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് മാറുന്നുണ്ട്. ഇതിൽ വഴി പോകുന്ന ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, ഇവിടെ കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പിന്നീട് ഇതിനെ വർക്കിംഗ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ ഇതിനെ പറയുന്നവരാണ് ട്രാൻസ്ഫോമർ എഫക്ട് എന്ന് പറയും. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഒരു ടോപ്പിക് പറഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്ത് തരാം. ഇതില് മൂന്നാമത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ that is changing the relative orientation of the coil with respect to the magnetic field. അപ്പോൾ കോയിലിന്റെ ഓറിയന്റേഷൻ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അനുസരിച്ച് വേരിയും ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഈ ഒരു ഡൈനാമോ എഫക്റ്റും അതുപോലെ തന്നെ ഇതിൽ സെക്കൻഡറി പറഞ്ഞ ഈ ഒരു ട്രാൻസ്ഫോമർ എഫക്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഡൈനാമോ എഫക്റ്റ് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനാമോ എഫക്റ്റ് എന്ന് പറയുന്നത്. കോയിൽ ആൻഡ് ദ മാഗ്നറ്റ്. ഫസ്റ്റ് ഇവിടെ കോയിൽ ഉണ്ട്, മാഗ്നറ്റ് ഉണ്ട്. കോയിൽ മാഗ്നറ്റ് പെയർ ആണ് എന്ത്, ഡൈനാമോ എഫക്റ്റ് എന്ന് പറയുന്നത്. കോയിൽ ആൻഡ് മാഗ്നറ്റ്.
ഓക്കെ. ഇവിടെ ഈ കോപ്പർ കോയിൽ ഈ ഒരു ടൈമിൽ എന്തല്ല മാഗ്നറ്റോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ഒരു സോഴ്സോ ഒന്നുമല്ല. വെറും എന്താണ് ഒരു കോപ്പർ വയർ നമ്മൾ എന്ത് ചെയ്യുന്നു എൻ നമ്പർ ഓഫ് ടേൺസിൽ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ മാഗ്നറ്റ് റെസ്റ്റിൽ ഇരിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ? മാഗ്നറ്റ് റെസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ എന്തില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ് നമുക്ക് അവിടെ ആ ഒരു ഗാലനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ തന്നെ കാണിക്കുന്നുണ്ട്. മാഗ്നറ്റ് ഇത് ഇവിടെ ഇരിപ്പുണ്ട്. കോപ്പർ കോയിൽ എന്ത് ചെയ്യുന്നു ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതിൽ എപ്പോഴാണ് നമുക്കൊരു വേരിയേഷൻ ഉണ്ടാവുന്നത്? ഇവിടെ ഒരു വേരിയേഷൻ ഉണ്ടാവുന്നത് നമ്മൾ ഈ ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോഴാണ്. ഉണ്ടോ? എപ്പോഴാണ് ഒരു ഫീൽഡ് അവിടെ ചേഞ്ച് ആവുന്നത്, ആ കോപ്പർ കോയിൽ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എപ്പോൾ ചേഞ്ച് ആവുന്നുണ്ടോ ആ ഒരു ടൈമിലാണ് എന്ത് ചെയ്യുന്നത് നമുക്കിവിടെ ഗാലനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ഈ ഒരു മാഗ്നറ്റിന് റെസ്റ്റിൽ വെച്ച് എന്തെങ്കിലും സംഭവിക്കും? ഇല്ല, ഒരു ചേഞ്ചും വരത്തില്ല. ഗാലനോമീറ്റർ വീണ്ടും എന്ത് ചെയ്യും? അവിടെ സീറോ ഡിഫ്ലക്ഷൻ തന്നെ കാണിക്കും. അപ്പൊ അവിടെ നമുക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടിന്യൂസ്ലി വേരിയിങ് ചെയ്യണം. ഓക്കെ, കണ്ടിന്യൂസ്ലി വേരിയിങ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ അവിടെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ അവിടെ നോക്കേണ്ട ഒരു മെയിൻ പോയിന്റ്, ഇൻ കേസ് ഇപ്പോ ഒരു കോപ്പർ കോയിലിനകത്ത് നമ്മളിപ്പോൾ മാഗ്നറ്റ് പ്ലേസ് ചെയ്താൽ എന്തെങ്കിലും കറണ്ട് വരുമോ? അവിടെ വരത്തില്ല. ഓക്കെ, there is no deflection in the galvanometer when the magnet is at rest either inside or outside. ഈ ഒരു കോപ്പർ കോയിലിന്റെ അകത്തോ തൊട്ടടുത്തോ ആയിട്ട് പുറത്തോ നമ്മൾ വെച്ചാൽ പോലും എന്ത് ചെയ്യത്തില്ല, നമുക്ക് അവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യത്തില്ല. ഇവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ മെയിൻ ഇതെന്താണ്, അവിടെ റിലേറ്റീവ് മോഷൻ വേണം. ഓക്കെ, അതാണ് ഡൈനാമോ എഫക്ട് എന്ന് പറയുന്നത്. റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ ഈ ഒരു കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യത്തുള്ളൂ. വേറൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ഈ മാഗ്നറ്റിനെ റെസ്റ്റ് വെച്ചതിന് ശേഷം ഈ കോപ്പർ കോയിലിനെ മാഗ്നറ്റിന് ചുറ്റും നീക്കാം. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യാം, കറണ്ട് ഉണ്ടാകും. കാരണം രണ്ടും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടല്ലോ, ആ ഒരു ചേഞ്ചിങ് ഉണ്ട്, മോഷനിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ നമുക്ക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ എക്സ്പെരിമെന്റ്, ദ കോയിൽ ആൻഡ് ദ മാഗ്നറ്റ് ഡൈനാമോ എഫക്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് കാറ്റഗറിയിലോട്ട് പോവാം. അപ്പോൾ സെക്കൻഡ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് കാറ്റഗറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് ദ കോയിൽ ആൻഡ് കോയിൽ എഫക്ട്, ട്രാൻസ്ഫോമർ എഫക്ട് എന്ന് പറയും. ഇപ്പൊ T1 എന്ന് പറയുന്ന ഒരു കോയിലുണ്ട്, ഇവിടെ എനിക്ക് എന്തുണ്ട്, T2 എന്ന് പറയുന്ന ഒരു കോയിലുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് കോയിൽ എഫക്ട്. കോയിൽ. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരു മാഗ്നറ്റ് യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോ മാഗ്നറ്റ്, ഇതാണ് ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ്. ഇവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കോയിലിനെ പറഞ്ഞ പേരാണ് ട്രാൻസ്ഫോമർ എഫക്ട് എന്ന് പറയും. ഓക്കെ, ട്രാൻസ്ഫോമർ എഫക്ട്. നോക്കാം ട്രാൻസ്ഫോമർ എഫക്ട് എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോമർ എഫക്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബാറ്ററി സോഴ്സ് വേണം, രണ്ട് കോയിൽസ് വേണം. ഇനി ഇവിടെ T1 എന്ന് പറയുന്ന കോയിലും T2 എന്ന് പറയുന്ന ഒരു കോയിലും എടുത്തിട്ടുണ്ട്. T2 എന്ന് പറയുന്ന കോയിലിൽ ഈ ഒരു ബാറ്ററി സോഴ്സ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കീ വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് അവിടെ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യാനായിട്ടാണ് കീ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് T2 എന്ന കോയിൽ എടുക്കുന്നത്. ഇവിടെ ഞാൻ ഈ കീ ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ശ്രദ്ധിക്കുക. കീ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഗാലനോമീറ്റർ അവിടെ ഒരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കീ എപ്പോഴാണോ റിലീസ് ചെയ്യുന്നത് ആ ഒരു ടൈം എന്ത് ചെയ്യും, അത് തിരിച്ചു പോകും. ഇൻ കേസ് ഞാൻ കീ ഒരുപാട് നേരം പ്രസ് ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യത്തില്ല, അവിടെ എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് നിൽക്കത്തില്ല. കാരണം എന്ത് ചെയ്യണം, വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് വേണം. ഓക്കെ, അപ്പൊ ഈ T2 എന്ന കോയിൽ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു, മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ആ ഓൺ ദി സ്പോട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുക, ഡിസ്ചാർജ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഇപ്പുറത്തെ കോയിൽ T1 എന്ന കോയിൽ അവിടെ നമുക്ക് കറണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ഫ്ലക്സ് എന്ത് ചെയ്യണം, ഓരോ പ്രാവശ്യവും വേരിയിങ് ചെയ്തുകൊണ്ടിരിക്കണം. ഇൻ കേസ് ഞാൻ ഇവിടെ സ്വിച്ച് ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ പോലും എന്ത് ചെയ്യത്തില്ല, പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ പോലും അവിടെ ഇത് എന്ത് ചെയ്യത്തില്ല, നമുക്ക് ഗാലനോമീറ്റർ ഡിഫ്ലക്ഷൻ തരത്തില്ല. കാരണം ബിക്കോസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ട്രാൻസ്ഫോമർ എഫക്റ്റിലായാലും അതുപോലെ തന്നെ ഡൈനാമോ എഫക്റ്റിലായാലും നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, സെക്കൻഡ് കോയിലിലോട്ട് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നമ്മുടെ ട്രാൻസ്ഫോമേഴ്സിൽ നമുക്ക് എന്താണ്, രണ്ട് കോയിൽസ് ആണുള്ളത്, ഒന്ന് പ്രൈമറി വൈൻഡിങ്ങും മറ്റൊന്ന് സെക്കൻഡറി വൈൻഡിങ്ങും. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമേഴ്സും അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് AC കറണ്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. DC കറന്റിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനായിട്ട് ട്രാൻസ്ഫോമർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ മെയിൻ റീസൺ. കാരണം അവിടെ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കണം. DC കറന്റ് എന്നാൽ കോൺസ്റ്റന്റ് കറന്റ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, അത് വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് എക്സ്പെരിമെന്റ്സ്. ഒന്ന് കോയിൽ ആൻഡ് മാഗ്നറ്റ് എക്സ്പെരിമെന്റ്, മറ്റൊന്ന് കോയിൽ ആൻഡ് കോയിൽ എക്സ്പെരിമെന്റ്. ഈ രണ്ട് എക്സ്പെരിമെന്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക.
നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ലോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലോ പറയുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അതായത് ഈ ഒരു ഇൻഡ്യൂസ് ചെയ്ത് വരുന്ന ഒരു ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അതായത് നമുക്കിപ്പോൾ ഇൻഡ്യൂസ് വരുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഫാരഡേസ് ലോസ് ആണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലോയിൽ പറയുന്നത് that is whenever the magnetic flux linked within a closed circuit change and EMF is induced in the circuit. അപ്പോൾ എപ്പോഴാണോ ഈ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവുന്നത്, ഓക്കെ, നമ്മൾ കോയിൽ കണ്ടല്ലോ, ആ കോയിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയതുകൊണ്ടാണ് നമുക്ക് കിട്ടി കറണ്ട് കിട്ടിയത്. അപ്പോൾ എപ്പോഴാണോ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ചേഞ്ച് ആവുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവുന്നത്, ആ ഒരു നമുക്ക് എന്ത് കിട്ടും, അവിടെ ഒരു EMF ഇൻഡ്യൂസ് ആവും. ഈ ഒരു സർക്യൂട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു EMF നമുക്ക് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ മെയിൻ കണ്ടീഷൻ എന്താണ്, നമുക്ക് അവിടെ ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യണം, അവിടെ നമുക്ക് ചേഞ്ച് ചെയ്യണം. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അവിടെ EMF സർക്യൂട്ടിൽ എന്ത് ചെയ്യുന്നത്, ഇൻഡ്യൂസ് ചെയ്യുന്നത്. For the induced EMF lasts as long as the change in flux lasts. അപ്പോൾ എപ്പോഴാണോ ആ ഒരു ഫ്ലക്സ് ചേഞ്ചിങ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലക്സ് ചേഞ്ചിങ് എത്രത്തോളം ടൈം നിൽക്കുന്നുണ്ടോ അത്രയും ടൈം നമുക്ക് എന്ത് കിട്ടും, അവിടെ ആ ഒരു EMF കിട്ടും. ഓക്കെ, ഫ്ലക്സ് പോലെ ചേഞ്ചിങ് ഫ്ലക്സ് വരണം. ഇൻ കേസ് ഞാൻ നേരത്തെ ആ ഒരു ഫിഗർ കാണിച്ച സമയത്ത് രണ്ട് കോയിൽസ് കാണിച്ചല്ലോ, ആ കോയിൽസിൽ ഒരെണ്ണത്തിൽ ഞാൻ സ്വിച്ച് മാറ്റിയ ശേഷം ഡയറക്റ്റ് ആ സപ്ലൈയിൽ കണക്ട് ചെയ്ത് എപ്പോഴും ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടും, കിട്ടത്തില്ല. അതാണ് ഫസ്റ്റ് കേസിലും പറഞ്ഞത്. ആ ഒരു മാഗ്നറ്റിനെ നമ്മൾ ആ കോയിലിനകത്ത് റെസ്റ്റിൽ വെച്ചാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, മാഗ്നറ്റിക് ഫീൽഡ് അവിടെ കിട്ടത്തില്ല. എന്ത് ചെയ്യണം, റിലേറ്റീവ് ആയിട്ട് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്ലക്സ് എന്ത് ചെയ്യണം, കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു സർക്യൂട്ടിൽ ഇങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, അവിടെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF നമുക്ക് അവിടെ ഇൻഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഫാരഡേസിന്റെ ലോ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ്ലി പറയുന്നത്, ഇത് ഫസ്റ്റ് കേസാണ് മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഫാരഡേസിന്റെ സെക്കൻഡ് ലോയിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്നുണ്ട്. The magnitude of the induced EMF is directly proportional to the rate of change of flux linkage or the rate of flux cutting. അപ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ ഒരു EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്തിന് പ്രപ്പോർഷൻ ആണ്, വിച്ച് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഓക്കെ, ദാറ്റ് ഈസ് d/dt ഓഫ് phi. phi ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ടൈം ഡെറിവേറ്റീവിന് ഈക്വൽ ആണ് എന്ത്, അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് E is directly proportional to d/dt. ഇല്ല, എടുക്കാം, ഇത് നമുക്കൊരു പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു d/dt. ഓക്കെ, ആ കോൺസ്റ്റന്റ് ഇൻറ്റു d/dt എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ EMFന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഓക്കെ, the induced magnitude of the induced EMF is directly proportional to rate of change of flux, which is equal to a constant into d/dt. ഇതിപ്പോ EMFന്റെ വാല്യൂ ഇനി കറന്റിലോട്ട് മാറ്റി എന്ത് ചെയ്താൽ മതി, I is equal to V/R ഇക്വേഷൻ. അപ്പോൾ EMF ഇവിടെ വോൾട്ടിന് തുല്യമാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, that is d/dt അല്ലെങ്കിൽ 1/R into d/dt ചെയ്താൽ മതി. 1/R into d/dt എനിക്ക് കിട്ടും, അവിടുത്തെ കറണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതില് നമ്മൾ ഈ ഒരു ടേംസിൽ കൂടി ഒരു മൈനസ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കും. മൈനസിന്റെ ഡയറക്ഷൻ കാണിക്കാനായിട്ടാണ്. അത് നമ്മുടെ ലെൻസസ് ലോയുടെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഈ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫാരഡേസ് ലോയെ ബന്ധപ്പെട്ട് വരുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒന്ന് എന്തായിരുന്നു, നമുക്ക് അവിടെ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടെ ഇലക്ട്രിക് ഫ്ലക്സിൽ ചേഞ്ചിങ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യത്തുള്ളൂ. സെക്കൻഡ്ലി പറഞ്ഞാണ്, അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ഓഫ് ദ, നെഗറ്റീവ് എന്ന് ഫസ്റ്റ് പറയുന്നില്ല, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ഫ്ലക്സ്. ഓക്കെ, d/dt എന്താണ്, ഇത് ഈക്വൽ ആണ്. ഇതായിരുന്നു നമ്മുടെ ലോസ്, ഫാരഡേസ് ലോയിൽ. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ലെൻസസ് ലോ ആണ്. കാരണം ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ അല്ലെങ്കിൽ EMFന്റെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് ലെൻസസ് ലോ യൂസ് ചെയ്യുന്നത്.